ജനം TV പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. റിട്ടയർഡ് പാർലമെന്റിലെ സെക്രട്ടറി ആയിരുന്ന TDP ആചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ദേവസ്വം ഈ ശബരിമലയുടെ ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. അതാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്. പൊതുജനം ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നുള്ളതല്ല. കേരളത്തിലെ നല്ല ഭാരതത്തിലെ സർവ്വക്ഷേത്രങ്ങളും ആ വിശ്വാസി സമൂഹത്തിന് കൈമാറണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ പല പ്രാവശ്യവും പ്രമേയങ്ങളിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം എന്താ പറയുന്നത്? ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള സംഭവമാണല്ലോ, സ്റ്റേറ്റിനാണല്ലോ ആധികാരികത എന്ന്. തീർത്തും തെറ്റായ ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ ഭരണഘടനയിലെ കൃത്യമായിട്ട് ആർട്ടിക്കിൾ 254 തൊട്ട് 255 വരെ കൃത്യമായി പറയുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റുമുണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും തമ്മിലൊരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന് കൂടുതലായിട്ട് അധികാരമുണ്ട് എന്ന് ധാരാളം കേസുകളിൽ സൂചനകളുണ്ട്, ധാരാളം വിധികളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം സൂചിപ്പിക്കാം. കേരള ഹൈക്കോടതിയിൽ അടുത്ത കാലത്ത് നടന്നൊരു കേസുണ്ട്. കേരളത്തിലെ ഹിന്ദു ജോയിന്റ് ഫാമിലി അബോളിഷൻ ആക്ടുമായി ബന്ധപ്പെട്ടൊരു കേസും ഇന്ത്യയിലെ സക്സഷൻ ആക്ടുമായി ബന്ധപ്പെട്ട ഈ രണ്ട് നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത സമയത്ത് ക്ലിയർ ആയി സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് പ്രാമുഖ്യം, കേരളത്തിലെ ഹിന്ദു ജോയിന്റ് ഫാമിലി ആക്ട് അല്ല. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്, ഫുഡ് ആൾട്ടറേഷൻ ആക്ട് ഉണ്ട്, തുടങ്ങിയവയൊക്കെ കേന്ദ്രത്തിന്റെ നിയമങ്ങളുമുണ്ട്, സ്റ്റേറ്റിനുമുണ്ട്. പക്ഷെ തർക്കമുണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമത്തിനാണ് പ്രാബല്യം. ഇത് ബഹുമാനപ്പെട്ട പാർലമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിനെ ഏറ്റെടുക്കുക തന്നെ വേണം. ശബരിമല ക്ഷേത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മതേതര രാജ്യത്തിൽ അവരുടെ ആരാധനാലയങ്ങൾ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും മാനേജ് ചെയ്യാനുമുള്ള അധികാരമുണ്ടെങ്കിൽ എന്തേ ഹിന്ദുവിനെ മാറ്റി നിർത്തുന്നു? ഹിന്ദു എന്താ രണ്ടാം കെട്ടിലെയാണോ? ഈ രാജ്യത്ത് ഹിന്ദുവിന് എന്താ സ്വാതന്ത്ര്യമില്ലേ? അവനവന്റെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഭരിക്കാനും നയിക്കാനുമുള്ള അവസരം നിഷേധിക്കുന്ന ആ നടപടി തെറ്റാണ്. അത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക തന്നെ വേണം. ശബരിമല ഏറ്റെടുക്കണം. അത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിനേക്കാൾ വളരെ വലിയ പ്രസക്തിയുള്ള ക്ഷേത്രമാണ്. സെക്യൂരിറ്റി ആസ്പെക്റ്റിലായിക്കൊള്ളട്ടെ, നമ്മളെല്ലാം സംസാരിക്കുന്ന മതനിരപേക്ഷതയുടെ മാനദണ്ഡത്തിലായിക്കൊള്ളട്ടെ, തുടങ്ങിയ പ്രത്യേക സാഹചര്യമുള്ള ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി ഈ നാട്ടിലെ ഹിന്ദുവിനൂടെ നീതി കൊടുക്കണം. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് പള്ളി ഭരിക്കാം, മുസ്ലിമിന് അവന്റെ പള്ളി ഭരിക്കാം, പക്ഷെ ഹിന്ദു രണ്ടാം കെട്ടിലെ ഹിന്ദുവായിട്ട് ഈ ഭാരതത്തിലെ ഹിന്ദുവിനെ മാറ്റരുത്. അതുകൊണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പല പ്രമേയങ്ങളും പല വർഷങ്ങളിലും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം, ഈ കൊള്ള അവസാനിപ്പിക്കണം, വിശ്വാസി സമൂഹത്തിന് ക്ഷേത്രങ്ങളുടെ ഭരണം ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവസരം ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട, കേരളത്തിൽ എത്രയോ ആയിരക്കണക്കിന് ഗ്രാമീണ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ. ആ ക്ഷേത്രങ്ങളൊക്കെ നഷ്ടത്തിലൊന്നുമല്ല. എല്ലാം ആ പൊതുസമൂഹം, അവിടുത്തെ ഭക്തജന സമൂഹം കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നടത്തുന്നുണ്ട് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ കള്ളന്മാരിൽ നിന്ന്, ഈ കുറുവ സംഘങ്ങളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളെയും മോചിപ്പിക്കാനുള്ള ഭക്ത സമൂഹത്തിന് അതാണ് ഭക്തർ ആഗ്രഹിക്കുന്നത്, ഹൈന്ദവ സംഘടനകൾ ആഗ്രഹിക്കുന്നത്.